ഇനി വിശ്രമ ജീവിതം, സർവീസൊക്കെ കഴിഞ്ഞ് ഇനി വിശ്രമിക്കാം. ഇനി വേണം ജീവിച്ചു തുടങ്ങാൻ. നീ നിർത്തണ്ടായിരുന്നു. ഞാൻ മടുത്ത്. എത്രയെന്ന് പറഞ്ഞാ ഇനി എനിക്ക് സ്വസ്ഥമായിട്ട് കുറച്ചാൾ ജീവിക്കണം. പ്രായമൊക്കെ ആയി വരുമ്പോഴാണ് ഒരു പേടി. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കണം. ഇത്രയും നാൾ ഓട്ടപ്പാച്ചിലായിരുന്നു. സ്വന്തം വീട് പോലും നല്ലപോലെ നോക്കിയിട്ടില്ല. അതുകൊണ്ടാ നിങ്ങളിവിടെ കുറച്ചാണെങ്കിലും എനിക്ക് ജീവിക്കണ്ടേ. ഒന്ന് അടുത്ത് പോലും ഇരിക്കാതെ നമ്മൾ ഇത്രയും നാൾ ഓടിയത്. എന്താ വേണം കഴിക്കാൻ? എൻ്റെ കൈ കൊണ്ട് ഒന്നും ഉണ്ടാക്കി തന്നിട്ട് പോലുമില്ല. കഴിക്കാൻ എന്താണ്? ചായ എടുക്കട്ടെ. നീ എന്താ വായനയില്ല? ഇനി വേണം നമുക്കൊരു കുടുംബ ജീവിതം പോലും. രണ്ടുപേരും രണ്ടറ്റത്തല്ലായിരുന്നോ? ജോലി, ഒരു ഓട്ടപ്പാച്ചില് അല്ലേ? ഇനി ഒരു സമാധാനമായിട്ട് നമുക്ക് ജീവിക്കണം. നമ്മളെ മക്കളും ഒക്കെ ആയിട്ട്. അങ്ങനെ ജോലി ചെയ്ത് കൊണ്ടല്ലോ നമ്മൾ ആരെയും മുന്നിൽ തല കുനിക്കാതെ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാമല്ലോ. ഒരാഴ്ചയിലേക്കുള്ള നമ്മളെ നല്ല പ്രായത്തിൽ സമ്പാദിച്ച് പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്ത് നേടി? കുറെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് നമ്മുടെ മോളുടെ വളർച്ചയോ അവളുടെ സ്കൂളിലെ കാര്യങ്ങളോ ഒന്നും നമ്മൾ അന്വേഷിച്ചിട്ടില്ല. അതൊക്കെ നമ്മൾക്ക് നമ്മളുടെ കൊച്ചുമക്കളിൽ അറിയാം. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ചിലപ്പോ ഒക്കെ ആലോചിക്കാറുണ്ട്, നമ്മളൊരു ബിഗ് സീറോ ആണോ എന്ന് അവളുടെ ഉമ്മയും വാപ്പായപ്പോ. നമ്മുടെ ചെറുപ്പകാലം പോയി, ആരോഗ്യം ക്ഷയിച്ച്. എന്താ നമ്മൾ ഒന്നിച്ചിട്ട് യാത്രയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ അടുത്താ ഞാനും അതൊക്കെ ചിന്തിച്ചത്. മോളോട് പറയണം നമ്മളോടൊപ്പം ഇനി നാട്ടിൽ കൂടാൻ. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. ഇപ്പൊ അവൾ ഫ്രീ ആയി കാണുമായിരിക്കും. റിങ്ങുണ്ട്. ആ മോളെ, ഹലോ മോളെ. നില്ല ഉമ്മ ഒരു കാര്യം പറയട്ടെ. വാപ്പ ഇന്ന് റിട്ടയർഡ് ആയി. ഉമ്മ VRS എടുത്ത്. അപ്പൊ ഞങ്ങള് ഫ്രീ. ഉമ്മ ഞാൻ കുറച്ച് തിരക്കിലാണ്. ഉമ്മയ്ക്ക് അത് മനസ്സിലാക്കത്തില്ലേ? ഞാൻ കുറച്ച് തിരക്കിലാന്ന് അല്ല, പറഞ്ഞു. വാപ്പ പറയുന്നത് എന്താണെന്നറിയോ? മോളാ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇനി വരാനാ. നല്ല കാര്യം തന്നെ. മോക്കും മക്കൾക്കും എല്ലാം സുഖമായിട്ട് ജീവിക്കാനുള്ള വാപ്പായമ്മായി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. മോളിവിടെ വന്ന് നിൽക്കും നാട്ടില്. ഉമ്മ എന്താ തമാശ പറയുന്നു? 2 ലക്ഷം എൻ്റെ സാലറി, എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ 2.5 ലക്ഷം നാട്ടിൽ. അത് ഉപേക്ഷിക്കാനോ? എനിക്ക് എൻ്റെ മക്കളുടെ ജീവിതം സെറ്റിൽ ചെയ്യണ്ടേ? പിന്നെ ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചാലും ഹൻസീഫ് ഉപേക്ഷിക്കുന്നു ഉമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഞാൻ മാത്രമായിട്ട് വരാനോ? ഞങ്ങളുടെ ലൈഫല്ലേ പോകുന്നത്. ഞാൻ എന്തായാലും നാട്ടിൽ വരാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ വയസ്സുകാലത്ത് ഞങ്ങൾ ഒറ്റപ്പെടില്ലേ മോളെ? ഞാൻ നിങ്ങളെ നോക്കാൻ വേണ്ടി എൻ്റെ ലൈഫ് കളയണമെന്നോ? ഞങ്ങൾക്ക് നീയല്ലേ ഉള്ളൂ. എനിക്ക് എൻ്റെ ലൈഫല്ലേ ഇമ്പോർട്ടൻറ്റ്. ഉമ്മായും വാപ്പായും പോലെ എൻ്റെ മകളെ നോക്കാൻ ഗ്രാൻഡ് പേരൻ്റ് ഏൽപ്പിച്ചില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സെറ്റ് ചെയ്യാൻ നടന്നപ്പോൾ ഒരു മകളുള്ളെന്ന് പോലും നിങ്ങൾ മറന്നുപോയി. പക്ഷെ ഞാനത് ചെയ്യില്ല. എനിക്ക് എൻ്റെ മക്കളെ കൂടെ വേണം. നിങ്ങൾ മറന്ന ലൈഫ് അത് എൻ്റെ മകൾക്ക് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാം നിനക്ക് വേണ്ടിയല്ലായിരുന്ന മോളെ? ഒരിക്കലുമല്ല. നിങ്ങൾ രണ്ടുപേരും എന്നെ സ്നേഹത്തോടൊന്ന് താലോലിക്കുന്ന ഒരു ഓർമ്മ പോലും എനിക്കില്ല. ഞാൻ പിന്നെ വിളിക്കാം. ഇങ്ങോട്ട് വിളിക്കണ്ട. ഇത് പറയാൻ വേണ്ടിയും വിളിക്കണ്ട. ശരി, വെച്ചോ. ഞാൻ കുറച്ച് തിരക്കിലാണ്. എൻ്റെ ഡ്യൂട്ടി ടൈമാണ്. ഈ ടൈമിൽ എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത്. ആവശ്യമുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇങ്ങനെയുള്ള സെൻറ്റിമെൻറ്റ്സ് ഒന്നും അടിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ നിങ്ങളെ ലൈഫ് നോക്കി പോയവരാണ്. ഞാൻ കുറച്ച് ബിസിയിലാണ്. നമ്മുടെ തിരക്ക് കഴിഞ്ഞപ്പോൾ മോക്ക് തിരക്കായി. മോളെ. ഉമ്മ മോൾ ഉറങ്ങിയാ? ഉറങ്ങി. ടെമ്പറേച്ചർ അവൾക്ക് കുറവുണ്ടോ? നാളെ നിനക്ക് പോകണോ? രാവിലെ പോണം.
ഒരു ദിവസം ആ leave ലീവ് എടുത്തൂടെ? എടുക്കാൻ പറ്റത്തില്ല അമ്മയ്ക്ക് അറിഞ്ഞൂടെ എൻ്റെ ഡ്യൂട്ടി എന്താന്ന്. ലീവ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എടുക്കുന്ന എന്തിനാ, ഉമ്മ നോക്കിക്കോളൂ അല്ലേ അവളെ. ആ പിന്നെ അവൾക്ക് വേണ്ടുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടേ. എല്ലാം കൃത്യമായിട്ട് കൊടുക്കണേ. അവിടെ ഹെൽത്ത് നോക്കണേ. ഞാൻ തന്നെയല്ലേ എടി എൻ്റെ മോളെ നോക്കുന്നത്. ഞാൻ അവളെ നല്ല പോലെ തന്നെ നോക്കുന്നത്. അവളെ ഒരു കുഞ്ഞും കൂടെ വേണ്ടേ, എങ്കിലല്ലേ ഉമ്മ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? അവക്കൊരു കൂട്ടായിട്ടടി. അവൾ ഒറ്റപ്പെട്ടു പോവല്ലേ വളർന്നു വരുമ്പം. ഞങ്ങളുടെ തിരക്ക് ഉമ്മായിക്ക് അറിഞ്ഞൂടെ. ഒരാൾ അങ്ങേയറ്റോ ഒരാൾ ഇങ്ങേയറ്റോ ആണ് ജോലി ചെയ്യുന്നത് തന്നെ. ആഴ്ച ഒരു ദിവസമെങ്കിലും എനിക്ക് വരാൻ പറ്റുന്നു. ഇക്കായ്ക്കാണെങ്കിൽ അത് പറ്റുന്നോ? അതുകൊണ്ട് നഷ്ടപ്പെടുന്ന മോളെ കുടുംബജീവിതമല്ലേ. അത് അതൊന്നും വേണ്ടേ വേണ്ടമ്മ. മോളെ? ലൈഫ് ഒന്ന് സെറ്റിൽ ആയിട്ട് അതല്ലേ. വേണം ജീവിക്കേണ്ടത്. ആദ്യം നമ്മൾ ഫിനാൻഷ്യലി ഒന്ന് സെറ്റിൽ ആവട്ടെ, അതിനുശേഷം ആലോചിക്കാം. ഒരു മോളുണ്ടല്ലോ, അത് മതി. ഒരാളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിലേ നിനക്കൊരു തുണയാവില്ലേ? അത് വേണ്ടമ്മ. ഒരാളാകുമ്പം നമ്മളെ സ്നേഹം മുഴുവൻ അവൾക്ക് തന്നെ കിട്ടും. നല്ല രീതിയിൽ അവളെ പഠിപ്പിക്കാം, അവളുടെ ലൈഫ് സെറ്റിലാക്കാം. അത് മതി. അതിൻ്റെ ഇടയ്ക്ക് വേണ്ട. ഞാൻ നോക്കി വളർത്തി തരാടി. എൻ്റെ മോളിപ്പോൾ മനസ്സിലാക്കത്തില്ല. കുറേ നാൾ കഴിഞ്ഞ് ഉമ്മാടെ ഈ ഒരു ഇതെത്തുമ്പോൾ മോള് മനസ്സിലാക്കും. നീ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ എനിക്ക്. ഇപ്പം നീ എന്നെ ഒന്ന് നോക്കാൻ തന്നെ നിനക്ക് സമയമുണ്ടോ? ഇല്ലല്ലോ. നീ ഇങ്ങനെ കിടന്ന് ഓടുമല്ലേ. എനിക്ക് ഒന്ന് വയ്യെങ്കിൽ കൂടെ. അതാ ഉമ്മ പറയുന്ന. മോളെ, കൂടുതൽ മക്കളുണ്ടെങ്കിലേ നമുക്ക് ഒരാൾ മനസ്സിലാക്കിയില്ലെങ്കിലും മറ്റൊരാളെങ്കിലും നമ്മളെ മനസ്സിലാക്കില്ലേ, നമ്മളെ നോക്കില്ലേ. ഇപ്പോൾ ഒരാൾ അടുത്തില്ലെങ്കിലും മറ്റൊരാൾക്ക് ഓടിയെത്താനെങ്കിലും പറ്റുമല്ലേ മോളെ. ഇപ്പോൾ ഒരാളാകുമ്പം അത് മോളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോഴല്ലേ അതിനൊക്കെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും. കൂടുതൽ മക്കളുണ്ടെങ്കിലേ അവര് നോക്കട്ടെ ഇവര് നോക്കട്ടെ എന്ന് പറഞ്ഞൊഴിയും. ഇത് ഒരു മോളാകുമ്പോൾ അങ്ങനെ പറ്റത്തില്ലല്ലോ. അവൾക്ക് നോക്കിയേ പറ്റൂ. അതാ നല്ലതുമ്മ. പറയാനാ വയ്യ. ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നതാ. എനിക്കമ്മ സംസാരിച്ചോണ്ടിരിക്കാൻ സമയമില്ല. ഞാൻ പോയിന്ന് കിടക്കട്ടെ. രാവിലെ 5 മണിക്കാ ട്രെയിന്. പോകണ്ടല്ലേ. ഉമ്മ അവളെടുത്ത് തന്നെ കിടക്കണേ. നോക്കിക്കോളണേ. കുറവില്ലെങ്കിൽ നാളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണേ. ഞാൻ പോയിന്ന് കിടക്കട്ടുമ്മ. ഇതിലൊക്കെ കാണുന്ന തുണി പറക്കി ഇടാന്. ഇതെന്താ? ഇതെവിടുന്ന് മൺവെട്ടിയൊക്കെ ഇതെവിടെ കൊണ്ടുപോകുന്ന? വെറുതെ ഇരിക്കുകയല്ലേ, 2 കമ്പ എന്തെങ്കിലും കൊത്തിക്കളച്ച് വെക്കാം. അത് നിങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല. ആരെങ്കിലും ജോലിക്കാരെ വിളിച്ചു നിർത്തി ചെയ്യിക്കാം. അതവിടെ വെച്ചേ അകത്ത് പോ. ജോലിയൊന്നും ചെയ്യായിരുന്നു ഞാൻ മുരടിച്ചു. ഞാൻ എന്തെങ്കിലുമൊക്കെ കൊത്തിക്കളച്ച് വെക്കാം. ഞാൻ പറയുന്ന കേക്ക്. ആ, ഞാൻ ചെയ്യാം. ഇത്രയും വസ്തുക്കൾ കിടക്കുകയല്ലേ. എങ്കിൽ പിന്നെ ഏയ്, ഓ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടോ. വെള്ളവാ? അയ്യോ, എന്തു പറ്റി? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടെന്ന്. ഒരു ക്ഷീണം പോലെ. ഞാൻ പറഞ്ഞ നമുക്ക് പറ്റാത്ത പണിയല്ലേ ഇതൊക്കെ. ജോലിക്കാരെ വിളിച്ചു ചേർത്ത് ചെയ്യിക്കാം. ബുദ്ധിമുട്ടുണ്ടാ? ആ, അന്ന് ഉമ്മ പറഞ്ഞ ഓർമ്മയുണ്ടോ? നമുക്ക് ഹോസ്പിറ്റലിൽ കൂടെ പോവാം. ഇത് വെച്ചോണ്ടിരിക്കേണ്ട. ഞാൻ റെഡി ആവട്ടെ. ഇരിക്കെ, ഞാൻ ഡ്രസ്സ് എടുത്തോണ്ട് വരാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കണേ. ഡേയ് ബാ, സമയം ഒരുപാടായി. ദാ വരുന്ന സമയമുണ്ട്. നീ 1/2 മണിക്കൂർ കൂടുതലുണ്ട് വണ്ടി പുറപ്പെടാൻ. ലോക്ക് ചെയ്യണ്ടേ? ആ, സമയം ഒരുപാടായി. വണ്ടി ഇപ്പോൾ എടുക്കും. വണ്ടിയൊന്നും എടുക്കത്തില്ല. 1 മണിക്കൂറുണ്ട്. നമ്മൾ ഇത്രയും നാൾ നമുക്ക് വേണ്ടി ജീവിച്ചില്ല. ജീവിച്ച മൊത്തം കുടുംബത്തിന് വേണ്ടിയാ. ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു, ഒരു യന്ത്രം കണക്ക്. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാങ്ക് ബാലൻസ് മരിക്കുമ്പം കൊണ്ടൊന്നും പോകത്തില്ലല്ലോ. ജീവിതം എന്താണെന്ന് അറിയണം. നമ്മളെ മോളും ഇപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല. അവളും ജീവിതം കൂട്ടിമുട്ടിക്കാനുള്ള തന്ത്രപ്പാടില്ല. നമ്മളും കുറേ ഓടി തളർന്നു കഴിഞ്ഞപ്പോഴാണ് ജീവിതത്തിൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലായത്. ഇനി നമുക്ക് വേണ്ടി നമുക്ക് ജീവിക്കാം. ലോകം എന്താണെന്നറിയാം. ഒന്നിച്ച് യാത്രകൾ പോവാം.